മാഷേ, യെസ് ജോൺ. മുഖ്യമന്ത്രിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇ ഡി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല, അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നില്ല. ഇന്ന് രാഹുൽ ഗാന്ധി കോട്ടയത്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞ വാചകങ്ങളാണ്. ഇ ഡി മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തതിൽ, അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധിക്ക് ആശ്ചര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാഷിന് ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആശ്ചര്യം തോന്നുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിലിപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു നേതാവ് ആദ്യം ഒരു വിഷയം പറയുകയും അത് അനുയായികളെ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് താഴെ തട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഒരു മർമറിങ് പോലെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഏറ്റവും അവസാനം പൊതുവേദിയിൽ വലിയ മാസ് റാലിയിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് വിളിച്ചു പറയുകയാണ്. ഇത് നേതൃത്വത്തിൻ്റെ തന്നെ തലതിരിഞ്ഞ പോക്കാണത്. ഒരു പുതിയ ദിശാബോധമോ പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റോ പുതിയൊരു കണ്ടെത്തലോ പുതിയൊരു കാഴ്ചപ്പാടോ പുതിയൊരു ആഹ്വാനമോ നേതാവ് നടത്തുകയും അത് താഴെ തട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ തിരിച്ചാണ്. ഇതിവിടെ എത്രയോ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിലൊരു പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹത്തിനല്ലാതെ അദ്ദേഹത്തിൻ്റെ കൂടെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനുയായികൾക്ക് പോലും അതിൽ അത്ഭുതം തോന്നില്ല. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരേ മുന്നണിയിൽ ഇലക്ഷന് പ്രചാരണത്തെ നേരിടുന്ന ഒരേ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അത് വല്ലാത്തൊരു അവസ്ഥയല്ലേ, ആലോചിച്ച് നോക്കൂ. ഇപ്പം അപ്പുറത്ത് ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്നൊരു ഇത്തിരി അങ്ങോട്ട് കടന്നാൽ ഇവരൊക്കെ ഒന്നാണ്, തമിഴ്നാട്ടിലേക്ക് കടന്നാൽ ഇവരൊക്കെ ഒന്നാണ്. ഇപ്പോൾ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും ഒരു മുന്നണിക്കാരാണ്. രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് മത്സരിക്കുന്ന ആനി രാജായും അവരുടെ പാർട്ടിയും ഇവരുടെ ഒരേ വീട്ടുകാരാണ്, ഒരേ മുന്നണിക്കാരാണ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇവിടെ എന്നിട്ട് അവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ശിക്ഷിക്കാത്തതെന്നാണ് ഇവിടെ ഈ സംസ്ഥാനത്ത് വന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ കേരള വെർഷൻ, ഒരു കേരള ചിത്രം ഉണ്ടല്ലോ, അത് പരമദയനീയമാണ്. പിണറായി വിജയൻ ജയിലിലാകണം, ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നൊന്നുണ്ടാവില്ല. സത്യമാണല്ലോ, ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം എന്തെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് രാഹുൽ ഗാന്ധി ജയിച്ചു പോയാൽ പോലും പിണറായി വിജയൻ്റെ കയ്യിൽ, പിണറായി വിജയൻ്റെ കൊട്ടയിൽ എന്തെങ്കിലുമൊക്കെ ജയിച്ച് കിട്ടിയാൽ അത് അവർക്ക് സഹായിക്കാൻ തന്നെ ഉള്ളതാണല്ലോ. ഭാഗമായിട്ട് തന്നെ പോകുമ്പോൾ ഒരേ മുന്നണിയാണ്. മാത്രമല്ല ഇപ്പോൾ പിണറായി വിജയന് കേരളത്തിന് പുറത്തൊന്നും ചെയ്യാനില്ലല്ലോ. ഇവിടുന്ന് ഇപ്പോൾ ഏതാനും എം പിമാരെ ജയിപ്പിച്ചാൽ പോലും അത് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാനുള്ളതല്ലേ. ഇവിടുന്ന് പോകുന്ന എല്ലാവരും ഒരേ മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ജയിക്കുന്നത് വരെ, ഈ തെരഞ്ഞെടുപ്പ് 26-ാം തീയതിയിലെ ഇലക്ഷൻ വരെ നിങ്ങൾ എന്താ ഇദ്ദേഹത്തെ പിടിച്ചകത്തിടാത്തത് എന്ന് ചോദിക്കുക. 26-ാം തീയതിക്ക് പിറ്റേന്ന് അങ്ങ് മഹാനുഭാവൻ എന്തുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാത്തത് എന്ന് ചോദിക്കുക. ഇത് പരസ്പരം എനിക്ക് തോന്നിയ ഒരു കൺഫ്യൂഷൻ ഇതാണ്. ഇവർക്ക് ഈ ഇന്ത്യ മുന്നണിക്ക് ദേശീയ തലത്തിലൊരു മുന്നണി രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ദയനീയമായ എക്സാമ്പിളാണ്. ഇപ്പോൾ ബംഗാളിൽ മാത്രമല്ല, ഇപ്പം ബംഗാളിൽ മമതാ ബാനർജി കോൺഗ്രസിനോട് സ്വീകരിക്കുന്ന സമീപനം, മമതാ ബാനർജി ഇടതുപക്ഷത്തോട് സ്വീകരിക്കുന്ന സമീപനം അതല്ലല്ലോ മറ്റു സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കുന്നത്. ഇതൊരു വളരെ സത്യത്തിൽ നമുക്കൊരു ദേശീയ തെരഞ്ഞെടുപ്പിൽ, ഒരു രാഷ്ട്രം മൊത്തം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒട്ടാകെ ബാധകമായ ഒരു മുന്നണി രൂപീകരിക്കാൻ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ദയനീയമായ എക്സാമ്പിളാണ് ഈ കാണുന്നത്. അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവർ വേറെന്ത് പറയാനാണ്, വേറെന്ത് ചെയ്യാനാണ്? ഗതികേടാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ അവർക്ക് പരസ്പരം തോൽപ്പിക്കണം, എന്നിട്ടോ രണ്ടു കൂട്ടർക്കും ചേർന്ന് BJPയെ തോൽപ്പിക്കുകയും വേണം. ഇത് വളരെ ദയനീയമാണല്ലോ. അപ്പോൾ ആ ഒരു സമീപനത്തിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇവർക്ക് ചെയ്യാമായിരുന്ന, അതൊക്കെ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിലൊക്കെ സ്വപ്നം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇവർക്ക് രണ്ടു കൂട്ടർക്കും ചെയ്യാമായിരുന്നത് കേരള ജനതയെ വലിയൊരു തെരഞ്ഞെടുപ്പിൻ്റെ പെടാപ്പാടുകളിൽ നിന്ന്, വലിയ അധ്വാനത്തിൽ നിന്ന്, വലിയ ശബ്ദശല്യത്തിൽ നിന്ന്, ഖജനാവിൻ്റെ വലിയ ചെലവുകളിൽ നിന്ന്, പിന്നെ തെരഞ്ഞെടുപ്പ് ചെലവ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പിഴിഞ്ഞും നമ്മുടെ വ്യവസായികളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചും ഒക്കെ നടത്തുന്ന വലിയ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമായിരുന്ന ഒരു മാർഗം അവരുടെ മുമ്പിലുണ്ട്. ചെയ്യുമായിരുന്നോ എന്നുള്ളത് സംശയമാണ്. കാരണം ഓരോരുത്തർക്കും അവനവൻ്റെ തൊട്ടു മുമ്പിലുള്ള രാഷ്ട്രീയമേ ഉള്ളൂ. സംസ്ഥാന ഭരണമാണ് എല്ലാവർക്കും പ്രശ്നം. ചെയ്യാമായിരുന്നത് UDF LDF തമ്മിൽ തൽക്കാലം ഇപ്പോൾ അവരുടെ മുമ്പിൽ ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ചിട്ട് BJPക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്നാണല്ലോ വെപ്പ്. അപ്പോൾ ഇവർക്ക് സൗഹാർദ്ദ മത്സരമായിട്ട് മത്സരം പോലും ഇല്ലാതെ വീതിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ LDF മത്സരിക്കുന്ന മണ്ഡലങ്ങൾ സാമാന്യമായൊരു ഒത്തുതീർപ്പിലെത്തിയിട്ട്, ഇപ്പോൾ കഴിഞ്ഞ തവണ LDFന് ഒരു സീറ്റേ ഉള്ളൂ, 19 ആ കണക്കിന് UDFന് അവകാശപ്പെട്ടതാണ്. അതിന് പകരം
ഒരു സാമാന്യമായ ഒരു ഒത്തുതീർപ്പിലൊക്കെ എത്തിയിട്ട് ഇത്ര സീറ്റ് നിങ്ങൾക്ക്, ഇത്ര സീറ്റ് ഞങ്ങൾക്ക്, രണ്ടു കൂട്ടർ ജയിച്ചു പോയാൽ അവർക്ക് ഇന്ത്യ ഭരിക്കാനില്ലല്ലോ. സമവായത്തിലെത്തിയിട്ട് ഇലക്ഷൻ ഒഴിവാക്കാമായിരുന്നു ഇവർക്ക്. ഇനി BJP മാത്രം മത്സരിക്കുക, പേരിന് മത്സരം ഉണ്ടായിക്കോട്ടെ, ഇലക്ഷൻ പ്രവർത്തനം നടത്തേണ്ടതില്ല. അങ്ങനെ സൗഹാർദ്ദപൂർവ്വം മത്സരിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലൊക്കെ എത്തിയിട്ടാണെങ്കിൽ ഇവർ ഈ ദേശീയ മുന്നണി പറയുന്നതിൽ അർത്ഥമുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു ദേശീയ മുന്നണി ഉണ്ടാക്കാൻ, ദേശീയ തലത്തിൽ മുന്നണി ഉണ്ടാക്കാൻ, ഇനി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒന്ന് ഡൽഹിയിൽ യോഗം ചേരാനും വലിയ റാലി നടത്താനും രാംലീല മൈതാനിയിൽ ഗംഭീരമായ ഘോരമായ പ്രസംഗങ്ങൾ നടത്താനും 20 പാർട്ടിയുടെ നേതാക്കന്മാർ പങ്കെടുക്കാനും ഒക്കെ പറ്റും. ഇത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് നടപ്പാക്കാൻ പറ്റാത്തൊരു മുന്നണി എന്തിനാണ് ദേശീയ തലത്തിൽ? അതാണ് ചോദ്യം. ഇതെല്ലാ സംസ്ഥാനത്തും ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഇവിടെ അങ്ങനെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്, വേറെ എന്ത് ചെയ്യാൻ പറ്റും? ദേശീയ തലത്തിൽ ഇവർക്ക് എന്താണ് പറയാൻ? രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് നരേന്ദ്രമോദിക്കും BJPക്കും NDAക്കും എതിരായ പൊളിറ്റിക്സാണ്, എതിർ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായ പൊളിറ്റിക്സ് പ്രകടന പത്രികയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും എന്നുള്ളതല്ലാതെ പോസിറ്റീവ് പൊളിറ്റിക്സ് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ആ ക്ലോസ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം സാധ്യമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്നൊക്കെ നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നതൊക്കെ ചെയ്യുമെന്ന് CPM പറയുന്നുണ്ട്, CPIയും പറയുന്നുണ്ട്. എത്ര അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യബോധം ആലോചിച്ച് നോക്കൂ. കോമൺ ആയിട്ടുള്ള ഒരു പ്രകടന പത്രിക ഇല്ല. കോമൺ ആയിട്ട് പ്രകടന പത്രികയില്ല. കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നണി രൂപീകരിച്ചിട്ടില്ല. ജയിച്ചു വന്നാൽ അല്ലെങ്കിലും പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ ആരായിരിക്കും ഞങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിനെ മുൻനിർത്തിയിട്ട് എന്താ ഇവർക്ക് പറയാൻ പറ്റാത്തത്? രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസിന് പോലും പറയാൻ പറ്റുന്നില്ല. കാരണം അതിനകത്ത് പോലും കൺസെൻസസ് സമവായം വന്നിട്ടില്ല. ഖാർഗെയുടെ പേരൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹം. ഖാർഗെയുടെ പേര് പറഞ്ഞാൽ ഈ ഘടകകക്ഷി 20 എണ്ണത്തിൽ എത്ര പേര് അംഗീകരിക്കും? ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അത് എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്കറിയാം. നെഹ്റു കുടുംബം എന്ന് പറയുന്നതിനോടുള്ള ഒരു ഇന്ത്യയിലെ ഒരു മാസ് സൈക്കിൻ്റെ ഒരു വിധേയത്വം ഉണ്ട്. കൂട്ടത്തിൽ ഭേദപ്പെട്ടത് ഇനിയിപ്പോൾ ആര് പ്രസിഡന്റ് ആയാലും, മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റ് ആവാൻ തന്നെ പെട്ട പാട് നമ്മൾ ശശി തരൂർ പോലും എതിരായി മത്സരിച്ചതാണ്. പക്ഷേ ഇനിയിപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നാലും പ്രധാനമന്ത്രിയാകാൻ അവസരം ഉണ്ടാകുമ്പോൾ അത് ആര് എന്ന ചോദ്യത്തിന് അത് കുടുംബവാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പരിഹസിക്കാം. പക്ഷേ അത് ഒരു ദേശത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, അറിഞ്ഞായാലും അറിയാതെ ആയാലും ദേശത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം കൂടിയാണല്ലോ രാഹുൽ ഗാന്ധി. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ അറിയാം, തെരുവിൽ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കാൻ ഇടയുള്ള ഒരു ജന്മമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ പോയ ആവാം. ഞാൻ പറയുന്നത്, ഞാൻ ആ സ്ഥാനത്ത്, ഞാനും ജോണും ഒക്കെ ആണെങ്കിലും അങ്ങനെ ചിന്തിക്കുമല്ലോ. നമ്മുടെ അച്ഛൻ്റെ മരണം നമ്മൾ കണ്ടതാണ്, മുത്തശ്ശിയുടെ മരണം നമ്മൾ കണ്ടതാണ്. പലതരത്തിലുള്ള ടെററിസം, ഭീകരവാദം, പ്രാദേശികവാദം, വിഘടനവാദം, അതിൻ്റെയൊക്കെ ഇരകളായി തീർന്നൊരു കുടുംബമാണല്ലോ. നെഹ്റു ഒഴികെ ആരും ആ കുടുംബത്തിൽ, അവരുടെ പരമ്പരയിൽ ആരും മെത്തേ കിടന്ന് മരിച്ചിട്ടില്ലല്ലോ. സഞ്ജയ് ഗാന്ധിയൊക്കെ വിമാനാപകടത്തിൽ, അത് അപകടത്തിലാണെന്ന് വിചാരിക്കാം. അപകടത്തിലാണ്. പക്ഷേ മറ്റേത് അങ്ങനെയല്ലല്ലോ. ദേശദ്രോഹികൾ വന്നത് തന്നെയാണല്ലോ തർക്കം. അപ്പോൾ അത്രയെങ്കിലും ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു പ്രൊഫൈൽ കാണിക്കാനാണ്, നാഷണൽ പ്രൊഫൈൽ കാണിക്കാൻ അവർക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുടുംബാധിപത്യം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരും, തീർച്ചയായിട്ടും വന്നോട്ടെ. അത് വന്നാൽ പോലും രാഹുൽ ഗാന്ധിയാണല്ലോ കാൻഡിഡേറ്റ്. പക്ഷേ എന്താണ് കോൺഗ്രസ്സിന് ഈ പ്രൊഫൈലൊക്കെ ചൂണ്ടിക്കാട്ടും? ഞാനും ജോണും തമ്മിൽ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രൊഫൈൽ നമ്മൾ പോസിറ്റീവായ ചിലത് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തൊക്കെ കുറവുകളുണ്ടായാലും ദേശം എന്നൊരു പരിഗണന, രാഷ്ട്രം എന്ന് പറയുന്നൊരു പരിഗണന കൊടുക്കുമ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയെ ഉള്ളൂ നമ്മൾ പറയും, അല്ലെങ്കിൽ പ്രിയങ്ക വരട്ടെ, ആരായാലും. പക്ഷേ എന്താ കോൺഗ്രസിന് അങ്ങനെ ഉയർത്തി കാണിക്കാൻ സാധിക്കാത്തത്? കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കഴിഞ്ഞ മറ്റ് നേതാക്കന്മാർ ഇല്ല എന്നുള്ളതാണ്. ഇല്ല എന്ന് മാത്രമല്ല, ആർക്കും വേണ്ട, ആരും ഇല്ലെങ്കിൽ വരെ പറയാൻ എളുപ്പമല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ ഇതാ ഞങ്ങൾക്ക് രാഹുലേ ഉള്ളൂ എന്ന് പറയണ്ടേ, പറയുന്നില്ല. ഈ താപ്പാനുകൾ, കോൺഗ്രസിലെ താപ്പാനുകളാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാത്തത്. അതുകൊണ്ട് കോൺഗ്രസ് ഐകകണ്ഠേന ഒരു ലീഡറെ പറയാത്തത് കൊണ്ട് ആ മുന്നണിക്കും കഴിയുന്നില്ല. ദയനീയമാണ് സ്ഥിതി. അതുകൊണ്ട് ഒരു ലീഡർ ഇല്ലാതെ എങ്ങനെ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യം. ഇതിന് മുമ്പുള്ള ഇലക്ഷനിൽ നരേന്ദ്രമോദി ഹിന്ദിയിലൊരു മുദ്രാവാക്യം മുഴക്കിയിരുന്നു. മോദി ഹേ തോ മുംകിൻ ഹേ എന്നായിരുന്നു. മോദി വന്നാൽ പെർഫെക്റ്റ് ആണ്, രാജ്യം രക്ഷപ്പെടും. ആ മുദ്രാവാക്യത്തിലൂടെയാണ് മോദിജി വന്നത്. ഇപ്പോൾ വിളിക്കുന്നത് മോദി പറഞ്ഞത് നടപ്പാക്കി കാണിച്ചൊരു പ്രധാനമന്ത്രി. കോൺഗ്രസിന് ഇപ്പോൾ ഒരു മുദ്രാവാക്യം ഇല്ല. കോൺഗ്രസിന് മുദ്രാവാക്യം ഇല്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ദേശീയ നേതൃത്വം NDAക്കും BJP-ക്കും 'ക്കും ഉള്ളപ്പോൾ ഇവരാദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട ലീഡർഷിപ്പാണ്. മുന്നണി പിന്നെ ഉണ്ടാക്കിയാൽ മതി. 2019 തെരഞ്ഞെടുപ്പിൽ 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 2019
നരേന്ദ്രമോദിക്ക് ബദൽ ആര്, നരേന്ദ്രമോദിയെ നേരിടാൻ ആര് എന്നാണല്ലോ ജനമനസ്സിലുണ്ടാകുന്ന ചോദ്യം. സാധാരണക്കാരായ പാവങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി ഉണ്ട്, കോൺഗ്രസിന്റെ മനസ്സിലില്ല, ഇന്ത്യ മുന്നണിയുടെ മനസ്സിലില്ല. പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാനാ? പിന്നെ ഈ മനസ്സിലില്ല. പിന്നെ ഓരോരോ സംസ്ഥാനത്ത് വന്നിട്ട് ഇവർ പരസ്പരം കൊത്തും, കോഴി കൊത്തും പോലെ പരസ്പരം പൊരുതും. എന്നിട്ട് അടുത്ത് ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് അപ്പുറത്ത് പോയി കെട്ടിപ്പിടിക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ എന്താണ് ജയിലിലിടാത്തത് എന്ന് ചോദിക്കുകയല്ലാതെ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലും കേരളത്തിലും വന്നിട്ട് വേറൊന്നും ചോദിക്കാനില്ല. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി ഈ CPIക്കെതിരെ ആയിരുന്നോ മത്സരിക്കേണ്ടിയിരുന്നത്? അല്ല, അതിനെ പലരും ചോദിച്ചിട്ടുള്ള ആ ചോദ്യം ഇടതുപക്ഷം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ചോദ്യത്തിൽ എനിക്ക് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യം ഒന്ന് നേരിട്ട് നോക്കൂ. അമേത്തി, റായ്ബറേലി, നെഹ്റു കുടുംബത്തിൻ്റെ വിഖ്യാതമായ സീറ്റുകളൊന്നും സുരക്ഷിതമല്ല എന്ന ബോധം അവർക്കുണ്ട്, നാട്ടുകാർക്കുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആലോചിക്കുന്ന എന്താ? അവരുടെ മനസ്സിൽ നല്ല ചിത്രമുണ്ട്, പ്രതിപക്ഷത്തിരിക്കാനാണ് കൂടി വന്ന പ്രതിപക്ഷത്തിരിക്കാനാണ് പോകുന്നത്, ഭരണത്തിൽ വരുമെന്നുള്ള വിശ്വാസമൊന്നും അവർക്കും ഇല്ല. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഒരു സീറ്റിലും ജയിക്കാത്തൊരവസ്ഥ വന്നാൽ എന്താ സ്ഥിതി? അല്ല, ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളില്ലേ? അല്ല, ഉണ്ടാകും. പക്ഷേ ഇവർക്ക് വിശ്വാസക്കുറവുണ്ട്. രാഹുൽ ഗാന്ധിയെ നിർത്തിയിട്ട് പരീക്ഷണത്തിന് ഇട്ട് കൊടുക്കാൻ അവർ തയ്യാറല്ല. അദ്ദേഹം ഈ ഞാനാണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ല, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ BJPക്കെതിരെ. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൽ നമ്മൾ കാണേണ്ട ഒരു മാതൃക, എന്തൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോഴും അവരുടെ ഏറ്റവും വലിയ നേതാക്കളെ വലിയ പരീക്ഷണങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഒരു മണ്ഡലത്തിൽ വേണമെങ്കിൽ മത്സരിച്ചു എന്ന് വരും, അത് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, ഇനിയും മത്സരിച്ചു എന്ന് വരും. പക്ഷേ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിലെങ്കിലും ഏറ്റവും വലിയ നേതാവിനെ നിർത്തും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നതാണ്. അതിപ്പോൾ കേരളത്തിലായിപ്പോയി എന്താ ഇവിടെ വന്ന് മത്സരിക്കാമെന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അവർക്ക് എവിടെയും സുരക്ഷിതമെന്ന് തോന്നുന്ന ഏത് സീറ്റിലും കോൺഗ്രസ് പാർട്ടിക്ക് നിർത്താം. അങ്ങനെയാണെങ്കിൽ മറ്റ് സംസ്ഥാനത്തൊക്കെ ഇവർ മുന്നണിയുണ്ടോ? എല്ലായിടത്തും ഉണ്ടാവണ്ടേ? എവിടെയില്ലല്ലോ. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യ മുന്നണി ഉള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ? അതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹം വന്ന് വയനാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു. അവരുടെ സുരക്ഷിത സീറ്റാണ് UDFൻ്റെ. 5 ലക്ഷം വോട്ടിനൊക്കെ ജയിക്കാവുന്ന മണ്ഡലമാണ്. കുറച്ച് കുറയുമായിരിക്കും എന്തൊക്കെ. പക്ഷേ അവിടെ അത് CPIയുടേതായി എന്നുള്ളതിന് അവർ അങ്ങനെ ഒരു അപ്പോൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ സിമ്പിളാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമാണ്. കേരളത്തിൽ UDFും LDFും തമ്മിൽ നടത്തുന്ന മത്സരത്തിൽ ലോക്സഭയിലേക്കാണ് തെരഞ്ഞെടുപ്പെങ്കിൽ, നരേന്ദ്രമോദിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പൊറാട്ട് നാടകം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആത്യന്തികമായി ഇവർ തമ്മിൽ മത്സരിച്ചിട്ട് ആര് തോറ്റാലെന്ത്, ആര് ജയിച്ചാലെന്ത്, രാജ്യത്തിനെ എങ്ങനെ ബാധിക്കും? ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഒരുപക്ഷെ അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ട്? എനിക്കങ്ങനെ തോന്നുന്നത് ഇത് ഇവിടുത്തെ ഒരു അവസാനത്തെ ഒരു വെടിക്കെട്ട് നാടകം മാത്രമാണ്. തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് പിണറായി വിജയനെതിരായിട്ട് 2 ബോംബ്, പിണറായി വിജയൻ കോൺഗ്രസിനെതിരായിട്ട് നിരന്തരം ബോംബ്, അപ്പുറത്ത് ഇതാ ഈ തമിഴ്നാട്ടിൽ ഇവരെല്ലാവരും ഒരു മുന്നണിയാണ്, ഒന്നിച്ച് മത്സരിക്കുക. അതിനെക്കുറിച്ച് തൽക്കാലം മറക്കുക. എന്ത് പരിഹാസ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഈ മുന്നണികൾ പരസ്പരം കാട്ടിക്കൂട്ടുന്നതാണില്ലേ. SDPI UDFന് പിന്തുണ കൊടുത്തു, അപ്പോൾ LDF എതിരാണ്. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് PDP LDFന് പിന്തുണ കൊടുത്തു. അപ്പോൾ അത് LDF അത് അങ്ങനെയാണ്. PDP പോലെയല്ല SDPI എന്ന് മുദ്രാവാക്യം. ഇന്നലെ കാണിച്ചൊരു പണിയുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ കൊടി ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞു കോൺഗ്രസ്. കാരണം അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് തെറ്റിദ്ധരിക്കും. അതിന് ബദൽ ഇന്നലെ വൃന്ദാകാരാട്ട് വന്ന് കാണിച്ചു കണ്ടോ? വൃന്ദാകാരാട്ട് വന്ന് INLൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? മുസ്ലിം ലീഗിന് വർഗീയത പോരാ, ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ആവശ്യ രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനേക്കാൾ വർഗീയവാദിയാണെന്ന് ഇന്ത്യക്കാർക്ക് നന്നായി അറിയാവുന്ന മുസ്ലിം ലീഗിൻ്റെ ഏത് നേതാവിനേക്കാളും, ബനാത്തുവാലയും GM ബനാത്തുവാലയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും തമ്മിലാണല്ലോ. ആ താരതമ്യം നോക്കി അറിഞ്ഞൂടെ? ലക്ഷണമൊത്ത വർഗീയതയുടെ എല്ലാ അടയാളങ്ങളുള്ള ഒരാളായിരുന്നില്ല സുലൈമാൻ സേട്ടിൻ്റെ പാർട്ടിയുടെ കൊടി കാണിച്ചിട്ടാണ് ഞങ്ങൾക്ക് വർഗീയതയില്ല, ഞങ്ങൾക്ക് കൊടികളെ പേടിയില്ല എന്ന് പറയുന്നത്. ഒരു വർഗീയതയെ നേരിടാൻ കോൺഗ്രസ് ഒരു കൊടി ഒളിപ്പിച്ചു വെക്കുമ്പോൾ ആ കൊടിയേക്കാൾ വർഗീയതയുള്ള ഒരു കൊടി ഉയർത്തി കാണിച്ചിട്ടാണ് നേരിടുന്നത്. ഞങ്ങൾ കൊടി പൊക്കാലോ. കൊടി ഒരു പ്രശ്നമാണ്, ഒരു പ്രശ്നം അല്ല. കൊടി ഇവർക്ക് പ്രശ്നമല്ല, ഏത് കൊടിയും പൊക്കാം. ഇപ്പോൾ മുസ്ലിം ലീഗിന് കിട്ടിയ മുസ്ലിം ലീഗിൻ്റെ കൊടി അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഒളിപ്പിച്ചു വെച്ച കൊടി കുഞ്ഞാലിക്കുട്ടിയെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ പൊക്കി പിടിച്ചു എന്ന് പറയും. എന്തും പറയാലോ. വയനാട്ടിൽ കോൺഗ്രസിന്റെ കൊടി പോലും ഉപയോഗിക്കുന്നില്ല.
അതാണ് അത് നമ്മൾ ചർച്ച ചെയ്തു നേരത്തെ. കാരണം കോൺഗ്രസിൻ്റെ ദയനീയമായ പതനമാണത്. ഇന്ത്യയിലെ 543 സീറ്റുകളിൽ 3 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന, 2 കേരളത്തിലും 1 തമിഴ്നാട്ടിലും മത്സരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനോട് പറയണം കോൺഗ്രസ്, അവരെ പഠിപ്പിച്ചു കൊടുക്കണം, നിങ്ങളുടെ കൊടി ഈ കാലഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കൊടി വിഭജനത്തിൻ്റെ കൊടിയാണ്, നിങ്ങളുടെ കൊടി കൂട്ടക്കൊലയുടെ കൊടിയാണ്, നിങ്ങളുടെ കൊടി ചോരച്ചാലുകളുടെ കൊടിയാണ് എന്ന് നോർത്ത് ഇന്ത്യയിലെ പാവങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൊടി മാറ്റിവെക്കണം. നിങ്ങളുടെ കൊടി പൊക്കിയാലും ഇല്ലെങ്കിലും ഇന്ത്യക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊടിയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ കൊടിയായി ഉയർത്തി കാണിക്കാനുള്ളത്. അത് ദേശം എങ്ങും ഉയർത്തിപ്പിടിക്കണം. അതുകൊണ്ട് നിങ്ങൾ മുന്നണിയിൽ നിങ്ങൾ ഈ മുന്നണിയിൽ ഉണ്ടാവണം. പക്ഷേ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ മാത്രം കൊടി മാറ്റിവെക്കണം എന്നല്ലേ പറയേണ്ടത്. അത് പറയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് മുസ്ലിം ലീഗിന് വഴങ്ങേണ്ടി വരുന്നത്. കോംപ്രമൈസ് എന്താ? മുസ്ലിം ലീഗിന് പരാതിയില്ല. മുസ്ലിം ലീഗിന് പരാതി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടല്ലേ 2 കൂട്ടരും അത് ഒത്തുതീർപ്പിലെത്തുന്നത്. ദയനീയമല്ലേ അത്? ആരാർക്ക് കീഴടങ്ങി? ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി, 100-140 കൊല്ലത്തെ പഴക്കമുള്ളൊരു പാർട്ടി, ഈ 3 മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് കീഴടങ്ങാൻ പാടുണ്ടോ? അത് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, മുസ്ലിം ലീഗിൻ്റെതല്ല. മുസ്ലിം ലീഗ് അങ്ങനെ കണ്ടീഷൻ വെച്ചല്ലോ, ഞങ്ങൾ 2 മണ്ഡലത്തിലേ ഉള്ളൂ, പക്ഷേ ഞങ്ങളെ കൂടി ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ 500 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് മാറ്റി വെക്കണം എന്നല്ലേ അവർ പറഞ്ഞത്. അതാണ് സ്ഥിതി. അതുകൊണ്ട് ഈ നാടകം ഏതാനും ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കേരളത്തിലെ ജനങ്ങൾ കണ്ണിൽ ആർക്കും പൊടിയിടാനാവില്ല. കേരളത്തിലെ ജനങ്ങൾ കണ്ണ് തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഈ പൊറാട്ട് നാടകം അവർ നന്നായി ആസ്വദിച്ച് ഉള്ളാലെ ചിരിക്കും. അതിലപ്പുറത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നാടകങ്ങളുടെ മുമ്പിലൊന്നും കേരളത്തിലെ ജനത വീഴൂല. കേരള ജനത വളരെ വളരെ അക്കാര്യത്തിലൊക്കെ നല്ല അവെയറാണ് അവർ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി നിവൃത്തികേട് കൊണ്ട് പറഞ്ഞു പോയതിനെ അദ്ദേഹത്തിൻ്റെ ഗതികേട് ഓർത്ത് നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനേ പറ്റൂ.